മറ്റേതൊരു മാധ്യമവും അതുപോലെ ഏതൊരു ചാനലും അറിയുന്നതിനും മണത്തറിയുന്നതിനും പറയുന്നതിനും മുമ്പ് തന്നെ ABC ചാനൽ, ABC മലയാളം ലൈവിൽ SNDP യോഗവും NSSും വീണ്ടും ഒന്നിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ജാതികളുടെയും ക്രിസ്തു മതവിഭാഗത്തിൻ്റെയും കൂടി സമഗ്രമായ ഒരു ഐക്യം ഊന്നിക്കൊണ്ടുള്ള ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ പുനഃസൃഷ്ടിയാണ് അവരാഗ്രഹിക്കുന്നതെന്ന് നമ്മൾ മുമ്പേ കൂട്ടി പറഞ്ഞു. ആരും അത് വിശ്വസിച്ചിട്ടുണ്ടാവില്ല എന്നോ. ഇപ്പോൾ അത് സത്യമായി എന്ന് പറഞ്ഞതല്ല, അതിൽ ഒരു അത്യുക്തിയും ഉണ്ടായിരുന്നില്ല എന്ന് സൂചിപ്പിക്കുന്ന വിധം അതിശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ കരുത്താർജിച്ച് മുന്നോട്ട് പോവുകയാണ് കണിച്ചിക്കുളങ്ങരയും പെരുന്നയും തമ്മിൽ. ഇതിൽ അവർ മാത്രമല്ല ഇൻവോൾവ് ചെയ്യുന്നത്, ഹിന്ദു സമുദായത്തിലെ എല്ലാ ജാതിക്കാരും, അതായത് നസ്രാണി മുതൽ നമ്പൂതിരി വരെയും, അവിടുന്ന് പിന്നെ അവിടെ അവസാനിക്കുന്നില്ല, നസ്രാണിയും കൂടി ചേർന്ന ഒരു സംഘടിത രൂപം ആണ്, ഒരു മണ്ഡലം, മഹാമണ്ഡലമാണ്. മഹാഗഡ്ബന്ധൻ എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ ആവിർഭവിക്കാൻ പോകുന്നത്. ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. അതുപോലെ തന്നെ SNDP ഭാരവാഹികളുടെ നിർണായകമായ യോഗം 21-ന് ആലപ്പുഴയിൽ ചേരുന്നുണ്ട്. അതിൽ വെള്ളാപ്പള്ളി നടേശൻ ഈ പ്രൊപ്പോസൽ മുന്നോട്ട് വയ്ക്കും. അതായത് NSSും SNDP യോഗവും തമ്മിലുള്ള ഐക്യം. അത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് ഫോർമലായിട്ടുള്ള, അതായത് ഔപചാരികമായിട്ടുള്ള ഒരു രൂപം നൽകുക എന്നുള്ള ഒരു കർമ്മം മാത്രമേ SNDP യോഗത്തിനുള്ളൂ. എതിർവായില്ല. അപ്പോൾ അത് ഒപ്പിട്ട് സ്വീകരിക്കപ്പെടും. അതോടുകൂടി ഇതിനൊരു ഔദ്യോഗിക രൂപം കൈവരും. അതുപോലെ തന്നെ NSS ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ മുന്നോട്ട് പോകും, NSSുമായി സഹകരിച്ചു പോകണമെന്ന് SNDP ആഗ്രഹിക്കുന്നുണ്ട്. NSSും ഇതിൽ താല്പര്യമുണ്ട്. കാരണം ഇത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കുന്നു. വെള്ളാപ്പള്ളി ആവശ്യപ്പെടുകയാണെങ്കിൽ NSS നേതൃത്വം ചർച്ച ചെയ്ത് ഐക്യത്തിനുള്ള തീരുമാനമെടുക്കും എന്നാണ് പറയുന്നത്. ചർച്ച ചെയ്യാനൊന്നുമില്ല. സുകുമാരൻ നായർ പറയുന്നതിനപ്പുറത്തൊന്നും NSS ഇല്ല. അത് നമ്മൾ കണ്ടതാണ്. അന്ന് ശബരിമലയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹം പറയുന്നതിനെതിരില്ല. അദ്ദേഹം അന്ന് ശരി ദൂരത്തിലല്ലായിരുന്നുവെങ്കിലും എല്ലാ കരയോഗങ്ങളും അത് എൻഡോഴ്സ് ചെയ്തു, കൈയടിച്ചു പാസാക്കി. അങ്ങനെ അവിടെ ഒരു എതിർപ്പും ഒന്നും ഉണ്ടാവാതെ പരിഹരിച്ചു. പക്ഷേ കരയോഗ അംഗങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു എന്നുള്ളത് തിരുവനന്തപുരത്തെ BJPയുടെ വൻ വിജയത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ടുള്ളതാണ്. അവർ നൽകിയ സന്ദേശം എന്താണെന്നുള്ളത്. അപ്പോൾ അതൊന്നും ഇതിനൊരു പ്രകോപനമോ പ്രേരണയോ ആയി എന്ന് പറയുന്നില്ല. കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ ഒരുമ തന്നെ പെരുമ. സംഘടിച്ച് നിന്നാൽ മാത്രമേ രാഷ്ട്രീയ കക്ഷികൾ അധികാരം നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ, അല്ലെങ്കിൽ തമ്മിലടിച്ചു ചാവാം എന്നുള്ളതാണ്. ആ ചുള്ളിക്കമ്പിൻ്റെ തത്വം തന്നെ. ഒരു ചുള്ളിക്കമ്പിനെ ഒടിച്ചു കളയാൻ ഏതൊരു കുട്ടിക്കും കഴിയും. പക്ഷേ ചുള്ളിക്കമ്പുകൾ ഒരുമിച്ച് കെട്ടിയാൽ അത് തകർക്കാൻ ഒരു കുട്ടിക്കും സാധ്യമാവുകയുമില്ല എന്നുള്ള ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം കൂടെ ഉണ്ടായത് നമ്മൾ ശ്രദ്ധിക്കണം. അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടാവുന്നതാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഈ ഐക്യം തകർത്തത്, അതായത് ഈഴവ നായർ ഐക്യം പണ്ട് തകർത്തത്. അതിന് കാരണമെന്ന് പറയുന്നത് അദ്ദേഹം വ്യക്തമായി പറയുകയുണ്ട്. സംവരണ മുന്നണി എന്നൊരു സംഘടന ഉണ്ടാക്കി. ആ സംഘടന വഴി ഈഴവ സമുദായത്തിന് വേണ്ടുന്നതെല്ലാം തരാമെന്ന് പറഞ്ഞു. ആ വാക്ക് പാലിച്ചില്ല അദ്ദേഹം. അതിൽ ആകൃഷ്ടനായി താൻ പോയി. തനിക്ക് പറ്റിയൊരു അബദ്ധം എന്നുള്ളതാണ് അതിൻ്റെ വ്യംഗ്യം. അദ്ദേഹം പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയോ മുസ്ലിം ലീഗിൻ്റെയോ കുഴപ്പമല്ല, ആ മുന്നണിയിലേക്ക് താൻ പോയി. അവിടെ തന്നെ വളരെ വ്യക്തമല്ലേ ഇത്. അല്ലാതെ അദ്ദേഹത്തെ പിടിച്ചു കെട്ടിക്കൊണ്ട് ആരും പോയിട്ടില്ലല്ലോ. അവിടെ ഒരു അബദ്ധം പറ്റി, തെറ്റായ ഒരു ചുവടുവെപ്പ് നടത്തി എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാര്യം, NSS ജനറൽ സെക്രട്ടറി പറഞ്ഞത് മുസ്ലിം ലീഗ് ഒന്നുമല്ല ഐക്യം തകർത്തത് എന്ന് പറയുന്നുണ്ട്. സംവരണ വിഷയം തന്നെയാണ് ഐക്യം തകർത്തതെന്ന് എല്ലാവർക്കും ബോധ്യമായ കാര്യം. ഒരു വ്യക്തിയെ പറഞ്ഞിട്ട് കാര്യമില്ല. കുഞ്ഞാലിക്കുട്ടി സാബ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇതാണ്. ആ സാഹചര്യത്തിൽ അദ്ദേഹം മുസ്ലിം ലീഗിനോടൊപ്പം ചേർന്ന് NSSനെ എതിർക്കാൻ നിർബന്ധനായി. അതിപ്പോൾ അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സംവരണം എന്ന് പറയുന്ന ഇവർക്കിടയിലുള്ള ഇടം തടിക്കുന്ന ഒരു വിഷയമായി മാറാതിരുന്നിട്ടുണ്ട്. അപ്പോൾ ഐക്യം ഉറപ്പായി. പക്ഷേ
അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഐക്യം എന്ന് പറയുന്നത് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല. കോൺഗ്രസിനെ അവർ ടാർഗറ്റ് ചെയ്യുന്നില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നിരീക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കോൺഗ്രസിനെതിരല്ല. രണ്ട് കൂട്ടരും കോൺഗ്രസ് വരുന്നെങ്കിൽ വന്നോട്ടെ, പിന്നെ ആരെയാ ടാർഗറ്റ് ചെയ്യുന്നത്? അതാണ് ഇതിൻ്റെ വാർത്ത എന്ന് പറയുന്നത്. ടാർഗറ്റ് ചെയ്യുന്നത് VD സതീശനെയാണ്. രണ്ടുപേരും കൂടി ഒരുമിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പ്, തെരഞ്ഞെടുപ്പ് പടിക്കലെത്തി നിൽക്കെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് VD സതീശനെയാണ്. എന്തുകൊണ്ട്? അദ്ദേഹം പറഞ്ഞ ഒരു വാക്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ കടന്ന് കറങ്ങുകയാണ്. അല്ലെങ്കിൽ ഒരു ബൂമറാങ് പോലെ അദ്ദേഹത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാക്യം മറ്റൊന്നുമല്ല, ഒരു സമുദായ നേതാവിൻ്റെയും തിണ്ണ നിരങ്ങാൻ ഞാനില്ല. ഈ വാക്യമാണ് മാധ്യമങ്ങളുടെയൊക്കെ കൈകൊട്ട് അദ്ദേഹത്തിന് നേടിക്കൊടുത്തത്. അവർ കൈകൊട്ടി പാസ്സാക്കി, ഓ എന്തൊരു ധീരൻ, ഓഹോ എന്നും പറഞ്ഞ് വാഴ്ത്തി സ്തുതിച്ചു. അങ്ങനെയാണ് സുധാകരനെ ചവിട്ടി പുറത്താക്കിക്കൊണ്ട് മാധ്യമങ്ങളും ചില നിരീക്ഷകരും കൂടെ ചേർന്നുകൊണ്ട് ഇദ്ദേഹത്തിന് ഇംഗിതത്തിന് വിധേയനായത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എൻ്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഏതറ്റം വരെയും പോകുമെന്നോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇദ്ദേഹം പറഞ്ഞപ്പോഴും അവർ കൈയൊടിച്ചു. ഓ എന്തൊരു നേതാവ്! വെള്ളിത്താലത്തിലാണ് അദ്ദേഹത്തിന് ഈ വാർത്തകളൊക്കെ അവർ സമ്മാനിച്ചു കൊടുത്തത്. എന്തൊരു ധീരൻ! അഹോ, കോൺഗ്രസിന് ഇനി വേറൊരു നേതാവ് വേണ്ട എന്നുള്ളതാണ്. VM സുധീരൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം പോലും അവർ മറന്നുപോയി. ആദർശ ധീരനായ, ആദർശ കുസുമമായിട്ടുള്ള VM സുധീരനും എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതുമാതിരി തറപ്രയോഗങ്ങളൊന്നും അദ്ദേഹം നടത്തിയില്ല. തിണ്ണ നിരങ്ങാൻ പോയില്ലെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം ശക്തമായിട്ട് പ്രവർത്തി കൊണ്ടെടുത്തു. വെള്ളാപ്പള്ളി നടേശനെ ആലപ്പുഴ സീറ്റിൽ മത്സരിച്ച് അദ്ദേഹം തോൽപ്പിച്ചു. വെള്ളാപ്പള്ളി നടേശനെ തോൽപ്പിച്ചു എന്നല്ല, ഇദ്ദേഹത്തെ തോൽപ്പിക്കുമെന്ന് പറയുന്ന അന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശന് നിരാശപ്പെടേണ്ടി വന്നു. അദ്ദേഹം ജനപിന്തുണ കൊണ്ട് ജയിച്ചു മുന്നേറി MP ആയി. നമുക്കറിയാം ചരിത്രം. എന്തുകൊണ്ട് അദ്ദേഹം ജയിച്ചു? അദ്ദേഹം പറയുന്ന വാക്ക് പാലിക്കുന്ന ആളായിരുന്നു. നമുക്കറിയാം, ഒരു ചെറിയ ഉദാഹരണം കൊണ്ട് VM സുധീരനെ ഒന്നും ഓർക്കാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം നമ്മുടെ ആരോഗ്യ വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നപ്പോൾ ഒരു പരിപാടി നിർത്തി. എന്താണെന്നറിയും? ഏതെങ്കിലും ഒരു ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക, എന്നിട്ട് ലീവ് എടുക്കുക, മെഡിക്കൽ ലീവ്. ഡോക്ടർക്ക് ഒരു കൈമടക്ക് കൊടുത്താൽ മതി. ഈ പരിപാടി കംപ്ലീറ്റ് അദ്ദേഹം അവസാനിപ്പിച്ചു. ഓതറൈസ്ഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ഗസറ്റഡ് ഓഫീസറായിട്ടുള്ള അസിസ്റ്റൻറ്റ് സിവിൽ സർജൻ റാങ്കിലുള്ള ഡോക്ടറുടെ അല്ലാതെ ഒപ്പും കൊണ്ട് വന്നാൽ അത് ഇൻവാലിഡ് ആണെന്ന് അദ്ദേഹം അങ്ങ് പറഞ്ഞു. മനസ്സിലായില്ലേ? ആ ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞതോടുകൂടി ആ രംഗത്തുള്ള കൈമടക്കുകളൊക്കെ കുറഞ്ഞു. അന്ന് അത് പ്രബലമായിരുന്നു. ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക, ലീവ് അപേക്ഷിക്കുക എന്നുള്ള പരിപാടി ഒരു ഉദാഹരണം മാത്രമാണ്. ആരോഗ്യരംഗത്തെ ശുദ്ധീകരിക്കുന്നതിൽ വളരെ പങ്കുവഹിച്ച ആദർശധീരനായിട്ടുള്ള അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയാണ് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പൊക്കാനിടയാക്കി. നമ്മുടെ വാർത്ത അതല്ല. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഇവരെല്ലാം, ഈ രണ്ട് സമുദായ സംഘടനകളും കൂടി ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പോൾ VD സതീശനെയാണ്. ആ VD സതീശൻ എന്ന് പറയുന്നത് പിറവത്ത് മത്സരിക്കുകയാണ്. ആ പിറവത്ത് വലിയ വെള്ളം കുടിച്ചു പോകും VD സതീശൻ എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞത് വളരെ രൂക്ഷമായ ഭാഷയിലാണ്. ഇന്നലത്തെ മഴയിൽ വളർന്ന, കിളിച്ച, മുളച്ച തകരയെന്നാണ്. മഴ കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ചില തകരകളുണ്ടല്ലോ, ആ തകരയുടെ ആയിട്ടാണ് ഉപമ. ആ തകര ഈ രണ്ട് സമുദായങ്ങളും കൂടിച്ചേർന്ന് നിന്നാൽ പിറവത്ത് തകരും എന്ന് പറഞ്ഞാൽ, പിറവത്ത് മത്സരിച്ചാൽ VD സതീശന് തോൽവി ഉറപ്പെന്നുള്ള നിലയിലേക്ക്. ഇതുപോലെ രണ്ട് സമുദായങ്ങളും കൂടെ ചേർന്ന് ശക്തമായിട്ടുള്ള ഒരു പ്രഹരം ഒരു നേതാവിനെയും, ഒരു കോൺഗ്രസ് നേതാവിനെയും ഇതുവരെ ഏൽപ്പിച്ചിട്ടില്ല. രണ്ടും കൽപ്പിച്ചു തന്നെയാണ് പുറപ്പെട്ടിരിക്കുന്നത്. സതീശൻ്റെ പരാജയമാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ കോൺഗ്രസ് നേതാക്കൾ നോക്കണം, ഇദ്ദേഹത്തെ മാത്രം ഒറ്റപ്പെടുത്തി ആരെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പിന്തുണയ്ക്ക് വന്നിട്ടുണ്ടോ? ആർക്കും ഇല്ല ധൈര്യം. അപ്പോൾ മനസ്സിലായല്ലോ, മുസ്ലിം ലീഗ് തന്നെ ഒന്നും പറയാത്തതുപോലെ, അതുപോലെ ജമാഅത്തിക്കെതിരെ ഒന്നും പറയാത്തതുപോലെ പേടിച്ചുപോയി കോൺഗ്രസ്. ഈ സിംഹഗർജനങ്ങൾ കേട്ട്, രണ്ട് സിംഹങ്ങൾ ഒരുമിച്ച് ഗർജിച്ചതാണ് അതിൻ്റെ ഫലമായിട്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അവിടെ ഒരു ആസന്നമാണ്, അദ്ദേഹത്തിൻ്റെ പതനം അവിടെ ആസന്നമാണ്. പിറവത്ത് സീറ്റ് മാറി മത്സരിക്കുമെന്ന് അറിയില്ല. പക്ഷേ ഈ തകര കരിയാതിരിക്കാനുള്ള വെള്ളവുമായിട്ട് രായ്ക്ക് ഒരാൾ ഒളിച്ചും മറഞ്ഞും കടന്നു വന്നു. കാറിനകത്തിരുന്നു. പത്രക്കാർ കണ്ടു എന്നറിഞ്ഞപ്പോൾ തൻ്റെ ഔദ്യോഗിക MP സ്ഥാനത്തുള്ള കാർ മാറ്റിയിട്ട് വേറൊരു കാറിൽ ഒളിച്ച് കടത്താൻ തിണ്ണനിരങ്ങാൻ എന്നുള്ള വാക്ക് അദ്ദേഹത്തിനെ പറ്റി ഉപയോഗിക്കാമോ എന്നറിയില്ല. എൻ്റെ സുഹൃത്തായതുകൊണ്ട് ഞാൻ കാണാൻ പോയി എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ആളിൻ്റെ പേര് കൊടിക്കുന്നിൽ സുരേഷ് എന്നാണ്. രായ്ക്ക് ഇവിടെ നിന്ന് തണുപ്പിക്കാനോ സതീശനെ രക്ഷിക്കാനോ വേണ്ടിയുള്ള ഒരു ദൗത്യവുമായിട്ട് പോയത്. ആ ദൗത്യം വിജയിച്ചു എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പോൾ കാര്യങ്ങൾ ഇപ്പോഴും സസ്പെൻസിലാണ്.
പിറവം എന്ന് പറയുന്നത് വലിയ കീ കോണ്ടസ്റ്റിൻ്റെ ഒരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്നു. ഇപ്പോൾ വളരെ ശക്തമായിട്ടുള്ള മത്സരം നടക്കാറുള്ള ആ പ്രദേശം ഇന്നൊരു കീ കണ്ടസ്റ്റിൻ്റെ ഏരിയ ആയിട്ട് മാറിയിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഇഫക്റ്റ്, രാഷ്ട്രീയ ഫലം, ഇതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കുന്നു. നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. എല്ലാവരുടെയും കണ്ണുകൾ നമ്മുടെ ഈ നിയമസഭ തെരഞ്ഞെടുപ്പ് കാലത്ത് പിറവത്തേക്ക് തന്നെയായിരിക്കും. പിറവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധകൃത സമുദായങ്ങൾ ധാരാളമുള്ള മണ്ഡലമാണ്. നായർമാരും അതുപോലെ തന്നെ ധാരാളമുള്ള മണ്ഡലമാണ്. ചേരനെല്ലൂർ എന്നൊക്കെ അറിയാൻ ചരിത്രമുറങ്ങുന്ന മണ്ണാണ് അവിടെ. ഈഴവരുടെ ഈഴവരുടെ എന്ന് പറഞ്ഞാൽ ഹിന്ദു സമുദായത്തിൻ്റെ നവോത്ഥാനം ഈഴവരാൽ നടത്തപ്പെട്ട മണ്ണാണത്. ബാലുവ അദ്വൈതാശ്രമം അധികം ദൂരെയുമല്ല, തെരഞ്ഞെടുപ്പും അധികം ദൂരെയല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.